ഗായ്സ് നിങ്ങൾ തരിക്കഞ്ഞി കുടിച്ചിരിക്കണം. റമദാൻ മാസത്തിൽ തരിക്കഞ്ഞി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അതൊരു വേറെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊന്നുമല്ല, അടിപൊളി തരിക്കഞ്ഞി കിട്ടുന്നൊരു കട. ഞാൻ എപ്പോഴോ എങ്ങനെയോ ഒരു സാഹചര്യത്തിൽ കഴിക്കാൻ ഇടയായതാണ്. പക്ഷെ ആ തരിക്കഞ്ഞി ഉണ്ടല്ലോ അത് കുടിച്ചപ്പോൾ ഞാൻ നാട്ടിലെത്തി. അമ്മാതിരി തരിക്കഞ്ഞിയാണ് ഗൈസ്. അപ്പോൾ ആ തരിക്കഞ്ഞിയുടെ വിശേഷത്തിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോഴേ കറാമയുടെ ഉള്ളിലത്തെ ഹറാമൊക്കെ നമ്മൾ കണ്ടല്ലോ. അതിൻ്റെ ഉള്ളിലത്തെ ഫുഡും കാര്യങ്ങളെല്ലാം ഇന്ന് എക്സ്പ്ലോർ ചെയ്യണേ. നമ്മൾ കുറച്ച് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഉള്ളൊരു ഏരിയയിലാണ് ഈ തരിക്കഞ്ഞി കിട്ടുക. അപ്പോൾ ഇന്നെ ഫസ്റ്റ് അത് പരിചയപ്പെടുത്തിയത് ഈ നിൽക്കണ മുതലാണ്. എങ്ങനെയുണ്ട്, എന്താണ് ആ തരിക്കഞ്ഞിയുടെ എന്താണ് തരിക്കഞ്ഞി കുടിക്കാനായിട്ടായ സംഭവ വികാസങ്ങൾ പറയൂ. അതായത് നോമ്പിന് നമ്മൾ തരിക്കഞ്ഞി കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് നോമ്പാണ്? അതാണ് അവിടെ പറയും. നാട്ടിലെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടണം. നല്ല പൊളി സാധനം, പൊളി പപ്പളാച്ചി പപ്പാളി സാധനം. അതെ, ഞങ്ങളത് ഒരിക്കൽ കുടിച്ച്, രണ്ടരിക്ക കുടിച്ച്, മൂന്നരിക്ക കുടിച്ച്, വേറെ തന്നെ റെഫർ ചെയ്ത് ഓനൊരു 5 അരിക്ക കുടിച്ച്. ഇത് 6ാമത്തെ ഒരിക്കൽ കുടിക്കാൻ പോവാണ്. ഓ, ലൈറ്റിൻ്റെ ഭയങ്കര പ്രശ്നം കിട്ടാ. അപ്പോൾ അതല്ല നമ്മളെ വിഷയം തരിക്കഞ്ഞിയാണ് ഗൈസ്. അപ്പോൾ ആ കാണാനാണ് കറാമ സെൻറ്റർ. ഇതൊരു സിഗ്നലാണ്. അവിടെ വിവ, ഇവിടെ ലൈഫ് ഫാർമസി, ആ സൈഡിലാണ് നമ്മളെ കട ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളെ യാത്ര. ഇനി വഴി കാണിച്ചു തന്നില്ല, കണ്ടില്ല, പിടിച്ചില്ല എന്നൊന്നും പറയരുത്. പിന്നെ ആദ്യം തന്നെ പറയാം, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ, കൊളാബ് അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. നമുക്ക് കുടിച്ചു, ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പുറത്ത് മാത്രം കാണിച്ചു തന്നെയാണ്. നിങ്ങളും കുടിക്കുക, ഇഷ്ടപ്പെടുക, ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഏത് അത്രേ ഉള്ളൂ. നമ്മളെ കടയുടെ അടുത്തെത്തായി. ഇന്ന് തിങ്കളാഴ്ച ആയ കാരണം തന്നെ വലിയ തിരക്കൊന്നും ഇല്ല. അതുകൊണ്ടാ വലിയ തിരക്കില്ല. ഇതാണ് വലിയ തിരക്കില്ലാത്ത തിരക്ക്. ഓക്കെ, മെഹ്റ അൽ മദീന മിനി മാർട്ട്, ഇതാണ് നമ്മളെ കട. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മളെ തരിക്കഞ്ഞി. എന്തായി പറഞ്ഞ തരിക്കഞ്ഞി 2 ഗ്ലാസ്. തരിക്കഞ്ഞി 2 ഗ്ലാസ്. അപ്പോൾ തരിക്കഞ്ഞി ചൂടാക്കുന്ന ഓരോ പരിപാടിയിലാണ്. ഓക്കെ, വെയിറ്റിംഗ് എങ്ങനെയുണ്ട്? കട്ട വെയിറ്റിംഗ് ആണ്. ഇവിടെ ഒരു അവക്കാഡോ കിട്ടുന്നുണ്ട്, ഒരു അവക്കാഡോ ജ്യൂസ്. അതൊക്കെ എൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. അതായത് എത്ര അപ്പോൾ അവക്കാഡോ ഒക്കെ എത്രയായിരുന്നു ഇവിടെ? അവക്കാഡോ ഒക്കെ 6 ഉള്ളൂ. 6 പറഞ്ഞാൽ 6 തുച്ഛലല്ല. അവക്കാഡോയിൽ ആ പാലും അവക്കാഡോൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എപ്പോഴും ഇങ്ങനെ കട്ടിൽ നിൽക്കും. അതിൻ്റെ ഒരു രസം വേറെയാണ് കേസ്. അത് നിങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ എനിക്കിത് എങ്ങനെ പറഞ്ഞിരുന്നെന്ന് അറിയില്ല. എല്ലാവരും വരിക, ഒരു വട്ടം ട്രൈ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം എന്നാണല്ലോ. പക്ഷെ ഞാൻ റെഫർ ചെയ്ത് കൊടുത്തോളം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പിന്നെയും വന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാൻ തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരോടും ഇതേ പറയുന്നു, പബ്ലിക്കായി പറയുന്നു, അടിപൊളിയാണ്. അവക്കാഡോ ജ്യൂസ് അടിപൊളിയാണ്. ഞാൻ ഇത്രയും കാലം അതിരുന്ന് കുടിച്ചിരുന്നു. ഇപ്പോൾ റമദാനായപ്പോൾ ഇതാ തരിക്കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷേ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് തരിക്കഞ്ഞി എന്ന് ഞാൻ പറയും. ഇത് കണ്ട, ഇതാണ് നമ്മളെ മുതൽ. ഓക്കെ, ഈ കറാമയ്ക്കും നോക്കി ഈ പാർക്കിങ്ങിൽ നമുക്ക് ഇരിക്കാൻ ഒരു സ്പേസ് ഇല്ല കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ തരിക്കഞ്ഞി കുടിക്കുന്നതിൻ്റെ രസമുണ്ടല്ലോ, അത് വേറെ തന്നെ പറയണം. ഒരു രക്ഷയില്ല. ഇത് എപ്പോൾ വന്ന് കുടിച്ചു കഴിഞ്ഞാലും, ചിലയിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും, പല വേരിയേഷനിൽ വരും. പക്ഷെ ഇവിടെ എപ്പോൾ വന്ന് കഴിച്ചാലും ഇതിന് ഈ ടേസ്റ്റാണ്. അതെങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടുത്തെ അവക്കാഡോ ജ്യൂസും അതെ, ആ സെയിം സാധനമാണ്. എങ്ങനെയപ്പോൾ ഞാൻ പറയാമോ, പാല് പിന്നെ ഉപ്പ് അതിങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്നിട്ട് എനിക്ക് എങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് എങ്ങനെ പറയാം? ഞാനിപ്പോൾ എവിടെ അറിയോ, ഞാൻ കുറ്റിപ്പുറം നിള പാർക്കിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാണ്. അത്ര ടേസ്റ്റ്. കറക്റ്റ്. അതാണ് അത് ഞങ്ങളിങ്ങനെ പറയായിരുന്നു വരുമ്പോ. നാട്ടിലെ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു ഫീൽ. വണ്ടിപ്പരിപ്പ് പഠിച്ചു. അയ്യോ, സത്യം പറഞ്ഞ ആ ടേസ്റ്റ് ഗായ്സ്, ഞാൻ അത് വെറുതെ പറയുക, നിങ്ങൾ വന്ന് കഴിക്കണം. ഒന്ന് കഴിച്ചാലേ അതിൻ്റെ രസം അറിയുള്ളൂ. അപ്പോൾ ഗായ്സ്, അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇത് കുടിച്ച് കേട്ടെ, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. നാട്ടിൽ നിന്ന് കാണുന്ന കുറേ ആൾക്കാർക്ക്
ഭയങ്കര ഇതായിട്ട് തോന്നും, ക്ലീശയായിട്ട് തോന്നും. കാരണം ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, നോമ്പ് തുറക്ക് ഈ സാധനം മാത്രം ഒഴിവാക്കിയിട്ട് വരുന്ന മനുഷ്യനാണ്. അങ്ങനെ തന്നെ ആവും ഭൂരിഭാഗം ആൾക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദുബായ് ഇങ്ങനെയാണ് ഗൈസ്, നമ്മൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്തു പോകും, നമ്മൾ ഇഷ്ടപ്പെടാത്ത കുറേ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ടു പോകും, നമുക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും. അതങ്ങനെയാണ്, അഡ്ജസ്റ്റ് ആവാൻ പഠിക്കും ജീവിതത്തിൽ, ഫ്ലെക്സിബിൾ ആവാൻ പഠിക്കും. അതാണ് ദുബായ്, അതാണ് കറാമ. ഇപ്പോൾ കണ്ട ഇതിൻ്റെ ഒരു നൊസ്റ്റ് അടിച്ചുകൊണ്ടല്ല ഇപ്പോൾ ഞാനത് കുടിക്കണത്, അത്രയൊക്കെ ഉള്ളൂ. നാട്ടിലത്തെ കുറേ ഓർമ്മകൾ, നമ്മൾ വേണ്ടാന്ന് വെച്ചിരുന്ന കാര്യങ്ങൾ പിന്നെ ഇഷ്ടപ്പെടുക. എങ്ങനെ ഇപ്പോൾ ഇത് പറഞ്ഞു, ഞാൻ പറഞ്ഞു കുളമുണ്ടോ? കുളമുണ്ട്. ടേസ്റ്റ് കൂടിയിട്ടാ. മധുരം കൂടുന്തോറും ഉയരം കൂടുന്തോറും മധുരത്തിന് കറക്റ്റ് ആവില്ല. അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നല്ല. അപ്പോൾ നാട്ടിലുള്ളവർക്ക് ക്ലീശായിട്ട് തോന്നും, നോക്കിയിട്ട് കാര്യമില്ല, ഇവിടെ വന്നാലേ അതിൻ്റെ ഒക്കെ ഒരു അറിയുള്ളൂ. ഇപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഇതൊന്നും കിട്ടണക്ക് അങ്ങനെയാണ്. ഇവിടെ തരിക്കഞ്ഞ് മാത്രമല്ല, പാൽ കേക്ക്. സത്യം പറഞ്ഞാലേ നാട്ടിലത്തെ കുറേ നൊസ്റ്റ ഐറ്റംസ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അതാ ഇത് അവിടെ നമ്മളിത് നാട്ടിൽ നിന്ന് കഴിക്കുന്ന അമ്മൊരു ടേസ്റ്റ്. അതായത് ഇവിടെ ചില സാധനങ്ങൾ കിട്ടുമ്പോഴേ നമുക്ക് നാടും ഇതും വേറെ അറിയും. ദുബായത്തെ ടേസ്റ്റും നാട്ടിലത്തെ ടേസ്റ്റും വേറെ. അത് നിങ്ങൾ ഇവിടെ ഉള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരുപാട് കട്ടി പ്രതീക്ഷിച്ചു, മധുരമൊന്നും ഇല്ലാതെ. ഭയങ്കര സോഫ്റ്റാണ്. എങ്ങനെ ഇവർക്ക് മുതലാണ് ചെറിയ. ഞങ്ങളിപ്പോൾ 2 തരിക്കഞ്ഞി കുടിച്ചിട്ട് 6 റംസ് ആയിട്ടുള്ളൂ. 2 ആൾക്ക് 3 റംസ് ഒന്നില്ല. എന്തല്ലേ അവക്കാടോ ജ്യൂസിന് 6 റംസ്. ഈ നെക്സ്റ്റ് ഒന്ന് 2-3 അവക്കാടോ അടിക്കുക 6 റംസോ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കഥ കഴിച്ച്. വെയിറ്റിങ്ങിലാണ്. അയവാ അല്ല, ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കാം. ഞാൻ വന്ന പശ്ചാത്തലം ഹെവിയാണ് കഴിച്ച്. പ്രതീക്ഷകളാണ് പ്രതീക്ഷ. ഗുഡ് ഹോപ്പില്ലേ, ലക്കി മാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്ത് രസമാണേ. എന്നിട്ട് ഇങ്ങനെ ഈ അങ്ങാടി കൂടി നടക്കുക. അതിലും വലുതുണ്ടോ? അതിലും വലിയൊരു ഇതുണ്ടോ? ഈ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുക, തിന്ന് നടക്കുക. എന്തല്ലേ ആ കറാമയുടെ ഉള്ളിലൊന്ന് കയറണം, വൈബൊക്കെ ആസ്വദിക്കാൻ. കയറാം. ഒരു മനുഷ്യല്ല. സാധാരണ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കറാമയ്ക്ക് വന്ന ഒരാൾ തിങ്കളാഴ്ച 10 മണിക്ക് കറാമയ്ക്ക് വന്നാലുള്ള അവസ്ഥ നോക്കിയാൽ തിങ്കൾ ടു വ്യാഴത്തിൻ്റെ അവസ്ഥക്ക് അറിയില്ല, തിങ്കളാഴ്ച ഇതാണ് കറ. ഒരു മനുഷ്യല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് പാട്ട് ആ ഏരിയക്ക് എന്താ അറിയില്ല കേട്ടോ. നമ്മളെ മെയിൻ ഏരിയ ഉണ്ട്, അവിടെ എന്താ അവസ്ഥ അറിയില്ല. അപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഇറങ്ങുക. എനിക്ക് തോന്നണില്ല കേട്ടാ, എനിക്ക് തോന്നില്ല. അതാ ക്രൗഡ് ഉണ്ട്. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അല്ല അത്ര ഇല്ല, നമ്മൾ സാധാരണ വരുന്ന അത്ര ഇല്ല. ഇതണ്ട ചൈനക്കാരെ വണ്ടി. അത് നമ്മളെ ഡിഫൻഡർ കണ്ടില്ലേ, ഡിഫൻഡറിൻ്റെ കോപ്പി. ഞാനുണ്ട് സംഭവം അരിയാണ്. കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. വാല്യൂ ഒരുപാട് കുറവാണ്, ഒരു പകുതിയോളം കുറവല്ലേ ആ വണ്ടിക്ക്. 3-1 ഇത്ര. പക്ഷെ വണ്ടി എന്താ വെച്ചിട്ടാ ദമ്മ് വണ്ടി കാണാനുണ്ട്, ഉള്ളിലുണ്ട്, സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് ചൈനക്കാരെ പരിപാടി. ഇപ്പോൾ സാധാരണ ഒരു നല്ല കാർ ഒരു നോക്കി വെക്കും, കോപ്പിയാക്കും, ഇറക്കുക ചെറിയ ചിലവിൽ. ദുബായിലിപ്പോൾ മൊത്തം ചൈന കീഴടക്കിക്കാണ് കേസ്. ഒരു മനുഷ്യല്ല. ഐ മീൻ മനുഷ്യണ്ട്, ആൾക്കാരുണ്ട്, പക്ഷെ കുറവാണ്. നോക്കിയാ സാധാരണ ഇവിടെ കണ്ടല്ലോ തിങ്ങിനിറങ്ങിയ ആൾക്കാർ. ഇതിൽ കൂടി വണ്ടി ഒന്നും പോകില്ല. അങ്ങനത്തെ കറാമ എന്താ ഇങ്ങനായി. എന്താ പറഞ്ഞ ശനിയാഴ്ചത്തെ വീഡിയോ ഇല്ലേ, അതും കൂടെ ഇട്ടിട്ട് അവസ്ഥ. അതൊക്കെയാണ് കഥ. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഏരിയ എന്ന് പറഞ്ഞത് ജഗപൊക ഏരിയയാണ്. പാട്ടും ബഹളും ഭക്ഷണവും ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനത്തെ ഏരിയ ഇതൊക്കെ എടുക്കണോക്ക. ആരുമില്ല, ഒരു പാട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. എന്തായാലും അത്
അവിടേക്ക് ചെറിയ തിരക്കുണ്ട് കേട്ടോ, ആ ഏരിയ കുറച്ചുകൊണ്ട് ദൂരത്തേക്ക്. പിന്നെ സ്പൈസി കഫേയിൽ പുതിയ സാധനമൊക്കെ വന്നിട്ടുണ്ട്, നമ്മളത് ട്രൈ ആക്കണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ 10 റംസ് കൊടുത്ത് പേടി എനിക്ക് വയ്യ ഗൈസ്. എന്നിട്ട് മധുരമാണ്. നമ്മളിങ്ങനെ ബിലോ മിഡിൽ ക്ലാസ്സിൻ്റെ അടിയിലുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളെന്താവും 3 റംസിന് തരിക്കഞ്ഞി, നമുക്ക് തരിക്കഞ്ഞി ഇട്ടാൽ മതി. ഏത് അതാണ് റമദാസിന് തരിക്കഞ്ഞി കുടിക്കുക, അല്ലാതെ ഫലൂതല്ല. ഞാൻ ഓരോ കച്ചവടം കളയല്ല കേട്ടോ, വെറുതെ പറഞ്ഞാൽ. 10 റംസിൻ്റെ ഒരു ബിരിയാണി മേടിച്ചിട്ടുണ്ട ഗൈസ്, ഒരു 2 റംസ് എക്സ്ട്രാ കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു കറാമയുണ്ട്, ചായ ഉണ്ട്. പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ ചായയിൽ ഒതുങ്ങാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ സൈൻ ഔട്ട് ആവുകയാണ് അല്ലേ? സൈൻ ഔട്ട് പറയല്ലേ? അയ്യോ, ചായ കുടിക്കാൻ നമ്മൾ എവിടേക്ക് വരും അറിയോ? മാമുക്കാസ് ചാടിക്കാൻ വരും. അപ്പോൾ ശരി ഗായ്സ്, see you until we see again. Bye guys, good night.